എന്റെ ചെറുപ്പക്കാരെ, ഇതാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൺകുട്ടിയാണ് എങ്കിലും പെൺകുട്ടിയാണ് എങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോഴോ അൽഹംദുലില്ലാഹ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ ഫീ അഹ്ലിൻ വമാലിൻ വവലദിൻ നിഅമതൻ ഫഖാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇല്ലാ കാനല്ലദീ അഅതാഹു അഫ്ളല മിമ്മാ അഖദാ. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നബി തങ്ങളുടെ ഖാദിമു കൂടിയായ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ ഫീ അഹ്ലിൻ വമാലിൻ വവലദിൻ. അല്ലാഹു തആല അനുഗ്രഹം ചെയ്തിട്ടില്ല, അല്ലാഹു തആല അനുഗ്രഹം ചെയ്തിട്ടില്ല അലാ അബ്ദിൻ ഫീ അഹ്ലിൻ വമാലിൻ വവലദിൻ നിഅമതൻ. അഹ്ലിലോ മാലിലോ വലദിലോ ഒരു നിഅമത്തിനെയും അങ്ങനെ ഫഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിലോ മക്കളിലോ അതുപോലെ തന്നെ സമ്പത്തിലോ വല്ല നിഅമത്തും ചെയ്ത് അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞു. ഇല്ലാ കാനല്ലദീ അഅതാഹു അഫ്ളല മിമ്മാ അഖദാ. മുസ്ലിമേ, നമ്മുടെ കയ്യിലേക്ക് നൽകിയതിനേക്കാളും അഫ്ളലായ ഒന്ന് അല്ലാഹു നൽകുന്നതാണ്. അതുകൊണ്ട് മൂന്നാമത്തത് പെൺകുട്ടിയാണോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറച്ച് പ്രയാസാട്ടോ നാട്ടുകാരെ, ഇത് പറയുമ്പോ കുറച്ച് പ്രയാസ. 8 കുട്ടികളാണ്, 8ഉം പെണ്ണാണ്. 9ാമത്തെ കുട്ടി ഒരു ആൺകുട്ടിയാവണം, നേർച്ച ചെയ്യാത്തൊന്നുമില്ല. പക്ഷേ ആളുകൾ ബിദ്അത്തുകാരൻ കളിയാക്കും, ബുദ്ധിയില്ലാത്ത ജീവികൾ. അള്ളാഹുവിനോട് എത്രയോ ദുആ ചെയ്തിട്ടുണ്ട് മനുഷ്യൻ, എന്നിട്ടുമില്ല. 9ാമത്തും പെണ്ണായി പോയി. അവസാനത്തും പെണ്ണ്. അൽഹംദുലില്ലാഹ്, ഈമാനുള്ള മുസൽമാൻ 8 പെൺകുട്ടികളുള്ള ഒരു ദമ്പതികൾക്ക് അല്ലാഹു 9ാമത്തത് കൊടുക്കുന്നു, പെൺകുട്ടിയെ. രണ്ടുപേരും പറഞ്ഞോളൂ, വഅദ കേൾക്കുന്ന ഉമ്മമാരെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറച്ച് പ്രയാസം, അത് കുറച്ച് പാടുപെടും ഉമ്മമാരെ, പ്രത്യേകിച്ച് സ്ത്രീകൾ. അവരെ കഥ പറയണ്ടല്ല, ഏതായിരിക്കട്ടെ ഞാൻ പറയുന്നത്. അവിടുന്ന് ആത്മാർത്ഥമായി അത് പറയുക. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, പെൺകുട്ടിയാണെങ്കിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദബിൽ പറയുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അൻ കസീർ ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു ഖാൽ കുന്തു കാനത് ആയിഷ റളിയല്ലാഹു അൻഹാ ഇദാ വുലിദ ഫീഹിം മൗലൂദ് യഅനി അഹ്ലഹാ ലാ തസ്അലു ഗുലാമൻ വലാ ജാരിയ. മുസ്ലിം സമുദായമേ, എന്റെ വഅദ് കേൾക്കുന്ന മാതാപിതാക്കളെ, ഈ പ്രഭാഷണം കേൾക്കുന്ന നല്ലവരായ ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, ആയിഷ ഉമ്മ പറയാ, ആയിഷ ബീവി ആയിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദബിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ലാ തസ്അലു, മഹദ് ചോദിക്കൂല, ഗുലാമൻ വലാ ജാരിയ, ആൺകുട്ടിയോ പെൺകുട്ടിയോ രണ്ടും ചോദിക്കൂല. തഖൂലു, മഹദ് ചോദിക്കും, ഖുലിഖ സബിയ, ഖുലിഖ സബിയ, എന്താ കേടുപാടുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവിടുന്ന് പറയും ഫഇദാ ഖീല നഅം ഇല്ലാ അൽഹംദുലില്ലാഹ് ഖാലത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റവാഹുൽ ബുഖാരി ഫിൽ അദബ്. അവിടുത്തെ അദബുൽ മുഫ്രദിൽ അവിടുന്ന് വിവരിക്കുകയാണ്, ആയിഷ ബീവി അവിടുത്തെ കുടുംബത്തിൽ 10-60 കൊല്ലത്തോളം ജീവിച്ചിട്ട്, 60 ചില്ലാനം വർഷം ആയിഷ ബീവി ജീവിച്ചിട്ട്, അവിടുത്തെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ഗുലാമൻ ഔ ജാരിയ രണ്ടും ചോദിച്ചിട്ടില്ല. നേരെ മറിച്ച് ഖുലിഖ സബിയ, അൽഹംദുലില്ലാഹ്, അവിടുന്ന് ഒരു കേടുപാടുമില്ല എന്ന് പറഞ്ഞാൽ ആയിഷ ഉമ്മ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടുന്ന് പറയാറുണ്ട്. എന്താണ് എന്റെ നാട്ടുകാരെ, ആയിഷ ബീവി 60 ചില്ലാനം വർഷം ഭൂമിലോകത്ത് ജീവിച്ചിട്ട് കുടുംബത്തിലോ നാട്ടിലോ ഒരു പെണ്ണൊരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, നമ്മളൊക്കെ ഈ പറയുന്ന ഞാനടക്കെ ഉമ്മമാരെ പറയുന്ന ഞങ്ങളൊക്കെ എല്ലാവരും പറയുന്നതാ, ഒരു കുട്ടി ജനിച്ച ഉസ്താദേ ഭാര്യ പ്രസവിച്ചു, ആണാ പെണ്ണാ, അപ്പ തുടങ്ങും ഉസ്താദേ ഭാര്യ പ്രസവിച്ചു. ഉടൻ തന്നെ ചോദിക്കുന്നത് ആൺകുട്ടിയാ അല്ലെ പെൺകുട്ടിയാ. ഞങ്ങളൊക്കെ ചോദിക്കുന്നതാണ്, ഒരു ഉമ്മത്താണത്. അത് പാടില്ല, അത് ചെയ്യരുതേ എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്.
പിന്നെ നമ്മളൊക്കെ പറയും അതൊക്കെ അങ്ങനെ ഒരു ഉറുഫ് എന്ന് പറയും, ഒരു നാട്ടു നടപ്പായി വന്നുപോയി. അല്ലാതെ നമുക്ക് റബ്ബിലോ ദീനിലോ നബിത്തങ്ങളെ കൊണ്ടൊന്നും വിശ്വാസമില്ലാത്തതിന്റെ പേരിലൊന്നും അല്ല നമ്മൾ പറയുന്നത്. അതൊന്നൊരു നാട്ടു നടപ്പാണ്. എന്നാലും എന്റെ നാട്ടുകാരെ നിർത്താൻ പരിശ്രമിക്കുക, നമ്മളെ നിർത്താൻ നോക്കുക. ആൺകുട്ടിയാ പെൺകുട്ടിയാ എന്നുള്ളതൊക്കെ സന്തോഷാണ്. ആൺകുട്ടികൾ ചിലപ്പോ 5 പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിന് ഒരു ആൺകുട്ടി ജനിക്കുമ്പോ അൽഹംദുലില്ലാഹ്, 5 ആൺകുട്ടികളുള്ള കുടുംബത്തിൽ പെൺകുട്ടി ജനിക്കുമ്പോ അവിടെയും സന്തോഷം തന്നെയാണ്. എന്നാലും ശരി, ഈ ഭാഗം അത് മറ്റൊരു രൂപത്തിലൂടെ ഉണ്ടായി പോകരുത് എന്നാ പറയുന്നത്. ഇരിക്കട്ടെ, ഞാൻ ഇവിടെ പറയുന്നത്, ആൺകുട്ടിയെ പെൺകുട്ടികളെ പ്രസവിച്ചാൽ കാരുണ്യത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക എന്ന പരിശുദ്ധമായ മണ്ണിലേക്ക് മക്കത്തുൽ മുക്കറമയിലേക്ക് വന്നപ്പോ അന്ന് കണ്ടിരുന്ന രംഗങ്ങള്, ഒരു കുട്ടിയെ പ്രസവിച്ചാൽ പെൺകുഞ്ഞാണ് എങ്കിൽ ജീവനോടെ കുടിച്ചു മൂടുന്ന കാലഘട്ടം. എന്റെ വാഴ്ന്നു കേൾക്കുന്ന ഉമ്മമാരെ, വസന്തമാസത്തിൽ, റബീഅ എന്ന വസന്തമാസത്തിൽ ഹബീബായ നബി തങ്ങളോട് മഹബ്ബത്തുള്ള മുഅ്മിനീങ്ങൾ ആ മാസത്തിൽ പിഞ്ചു പൈതലുകളെ കൊണ്ട് പ്രഭാഷണം നടത്തിപ്പിക്കുമ്പോ ആ കുട്ടികളുടെ പാട്ടുകളിലും മദ്രസകളിലെ പ്രസംഗങ്ങളിലുമായി നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചോമന പൈതലുകൾ ഈ കഥകൾ പറയാറില്ലയോ? അതൊരു യാഥാർത്ഥ്യമാണ് ഉമ്മ. എന്റെ ഉപ്പമാരെ, പ്രായം ചെന്ന പിതാക്കളെ, പെൺകുട്ടിയെ പ്രസവിച്ചാൽ ജീവനോടെ കുടിച്ചു മൂടുന്ന കാലഘട്ടത്തിലല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വന്നത്. മക്കത്തുൽ മുക്കറമയിൽ നബി തങ്ങൾ വരുമ്പോ അന്ന് ആ നാട്ടിൽ, പിറന്നു വീണ നാട്ടിൽ കണ്ടിരുന്ന 3 ഘട്ടങ്ങളുണ്ട്, പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങൾ. വഅദ് പറയുന്ന സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. മാറിടം വെളിവാക്കി മുടിവെളിവാക്കിക്കൊണ്ട് റസൂലുള്ളാഹിനെ കളിയാക്കി പുന്നാര മുത്തുനബിയെ മറന്നുകൊണ്ട് അവിടുന്ന് മാറിടം വെളിവാക്കി മുടിവെളിവാക്കി നടക്കുന്ന സ്ത്രീകളെ പടച്ച റബ്ബ് മാപ്പ് നൽകില്ല. നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങളുടെ സ്ഥിതി എന്താ? സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിലെ സ്ത്രീകൾക്കുള്ള അവകാശവും സ്വാതന്ത്ര്യവും എന്ന ഒരു പ്രഭാഷണ CD നിങ്ങൾ ആരെങ്കിലും കിട്ടിയാലെന്ന് കേൾക്കാൻ നല്ലതാ. ഉമ്മമാരെ, അതിൽ ഞാൻ നിങ്ങളുടെ ജീവിത ചിട്ടയും ശൈലിയും നിങ്ങളുടെ നടത്തിപ്പും മറ്റുമൊക്കെ വല്ലാതെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. റസൂലുള്ളാഹിനെ മറന്നുകൊണ്ട് ജാക്കറ്റ് ധരിച്ച് ബ്ലൗസ് ധരിച്ച് നടക്കുന്ന പെണ്ണ്, ആ പെണ്ണിന് വരാനിരിക്കുന്ന ഭവിഷ്യത്തുകള്, സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിൽ എന്ന ഒരു പ്രഭാഷണത്തിൽ നിങ്ങൾ ആരെങ്കിലും അത് കിട്ടിയാലെന്ന് കേൾക്കുന്നത്, ഉമ്മമാരെന്ന് കേൾക്കുന്നത്, പുരുഷന്മാരെ സ്ത്രീകളെന്ന് കേൾപ്പിക്കുന്ന നല്ലതാണ്. ഇരിക്കട്ടെ, ഇപ്പോ എന്റെ വിഷയം പെൺകുട്ടികളെ കുറിച്ചുകൊണ്ടുള്ള നബിത്തങ്ങൾ പറഞ്ഞ അവിടുത്തെ മഹത്വങ്ങളെ കുറിച്ച് അല്പം ഞാൻ പറയുകയാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, റസൂലുള്ള മക്കയിൽ വന്നപ്പോ അന്ന് കണ്ടിരുന്ന രംഗം പ്രധാനമായി 3 കാര്യങ്ങള്. എന്താണ് ആ കാലഘട്ടത്തിൽ? ഒന്നാമതായി ഒരു പുരുഷൻ, അവൻ കല്യാണം കഴിച്ചു, അവന്റെ ഭാര്യ പ്രസവിക്കാനായി. ഇത് കേട്ടോളൂ, നാട്ടുകാരെല്ലാം കേട്ടോളൂ, എന്റെ പ്രായമുള്ള പിതാക്കളെ, പ്രസവിക്കാനായി. ആ പ്രസവിക്കാനായ പെണ്ണ് പ്രസവിക്കാനായി കഴിഞ്ഞാൽ ഇതാ ഖറുബ വദഉഹാ, അവിടെ പ്രസവം എടുത്താൽ ആ പുരുഷൻ, ഭർത്താവ് കൽപ്പിക്കും ബിജാനിബി ഹുഫ്റത്തിൽ, ഒരു കുടിയുടെ അടുത്ത് ചെന്ന് കിടക്കാൻ, അവിടെ പ്രസവിക്കാൻ. നോക്കണം നിങ്ങള്, എന്റെ നല്ലവരായ സഹോദരങ്ങൾ, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അവകാശമില്ലെന്നും ഇസ്ലാമിൽ സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യവും കൊടുക്കില്ലെന്നും അവിടുന്ന് വിളിച്ചുകൂവുന്ന നിരീശ്വരവാദികളുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്ന വിഡ്ഢികളുണ്ട്. അവരൊന്ന് മനസ്സിലാക്കുന്നതാണ്. കാരുണ്യത്തിന്റെ മുത്ത് ഭൂമിലോകത്ത് കിടന്നു വന്നപ്പോ അന്ന് സ്ത്രീകളിൽ കണ്ടിരുന്ന രംഗമാണിത്. ഒരു കുടിയുടെ അരികിൽ വെച്ചുകൊണ്ട് പ്രസവിക്കാൻ പറയും. ആ ഭാര്യ പ്രസവിക്കുന്നത് ആണാണ് എങ്കിൽ, ആൺകുട്ടിയെ പ്രസവിക്കുന്നുവെങ്കിൽ അബ്ഖതുഹു, ഈ പെണ്ണതാ ആ കുട്ടിയെ അണച്ചുകൂട്ടുന്നു. ആ പ്രസവിച്ച ഉമ്മ ആ കുട്ടിയെ ഒന്ന് അടുപ്പിക്കുകയാണ്. ഈ അവിടുന്ന് കുടിയുടെ അരികിൽ കിടക്കുന്ന ഭാര്യ പ്രസവിച്ചത് പെണ്ണാണെന്ന് കണ്ടാൽ എന്റെ നല്ലവരായ സ്ത്രീകളെ,
ഈ പ്രസവിച്ച പെൺകുട്ടിയുടെ മനസ്സെത്ര വേദനിക്കുന്നു. ആ പെണ്ണ് തന്നെ ഈ പെണ്ണിന്റെ കൈകൊണ്ട് കുടിയിലേക്ക് തട്ടി വലിച്ചെറിയുന്നതാണ്. അല്ലെങ്കിൽ ഭർത്താവ് ആ പെണ്ണിനെ കൊന്നുകളയും. ഭർത്താവിന്റെ കുടുംബങ്ങൾ ആ പെണ്ണിന്റെ വയറ്റിലേക്ക് ചവിട്ടിക്കളയും. അതുകൊണ്ട് പെൺകുട്ടിയാണെന്ന് നോക്കിയിട്ട് പെണ്ണാണെന്ന് ബോധ്യപ്പെട്ടാൽ ഈ പ്രസവിച്ച ഉമ്മ തന്നെ കുടിയിലേക്ക് വലിച്ചെറിയുന്നു. ഇതാണ് കാരുണ്യത്തിന്റെ മുത്ത്. മക്കത്തുൽ മുക്കറമയിലേക്ക് വരുമ്പോ ആദ്യമായി കണ്ടിരുന്ന രംഗം. എന്റെ സീമാനുള്ള ചെറുപ്പക്കാരെ, ഇനി കേൾക്കണോ രണ്ടാമത്തെ ഗൗരവമുള്ള വിഷയം. അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് പൊട്ടിയ വിഷയമാണ്. റസൂലുള്ള വല്ലാതെ വേദനിച്ചു പോയ രംഗമാണ്. മൻ കാന ഇദാ സ്വാറത്തിൽ ബിന്തു സുദാസിയ, അഥവാ ഒരു മനുഷ്യന് പെൺകുട്ടി പ്രസവിച്ചു പോയാൽ, ഒരു മനുഷ്യൻ അള്ളാഹു പെൺകുട്ടിയെ കൊടുത്തു പോയാൽ ആരും അറിയാതെ വീട്ടിന്റെ ഉള്ളറയിൽ വളർത്തുന്നു. അയൽപ്പക്കത്തെ വീട്ടുകാര് പോലും അറിയുന്നില്ല. അയൽപ്പക്കത്തെ വീട്ടിലുള്ളവരോട് പോലും ഒരു കുട്ടി ജനിച്ച വിവരം മിണ്ടില്ല. ആ നിലക്ക് അയൽപ്പക്കത്ത് പോലും അറിയാത്ത വിധത്തിൽ വളർത്തുകയാണ്. ആ കുട്ടി വളർന്നു വരുന്നു. ഉപ്പാ ബാപ്പയെ കാണുമ്പോ ഓടിച്ചെന്ന്, സൂര്യപ്രകാശം കാണാത്ത കുട്ടിയാണ്. ഒരു നിലക്കും ആ കുട്ടിയെ പുറത്തേക്കിറക്കാത്ത കുടുംബമാണ്. ബാപ്പ വീട്ടിലേക്ക് വരുമ്പോ ഉപ്പ എന്ന് പറഞ്ഞ് ഓടി വന്ന് കൈപിടിക്കുന്ന മകൾ, ഉമ്മാന്റെ മടിയിൽ ഇരുന്നു കൊണ്ട് സന്തോഷിപ്പിക്കുന്ന പൊന്നുമകൾ. അവിടുന്ന് 5 വയസ്സ് കഴിയുന്നു. 6 വയസ്സോടടുത്തു പോയാൽ, ദീനിന്റെ മക്കളെ, എന്റെ വാല് കേൾക്കുന്ന സഹോദരി, ഈ ഭർത്താവ് കുട്ടിയുടെ ബാപ്പ പറയുന്നത് ലി ഉമ്മിഹാ, ഈ പെൺകുട്ടിയുടെ ഉമ്മ അഥവാ ഇവന്റെ ഭാര്യയാണ്. ആ ഉമ്മയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ത്വയ്യിബീഹാ വസയ്യിനീഹാ, ത്വയ്യിബീഹാ, എന്റെ മകൾക്ക് നല്ല സുഗന്ധം പുരട്ടിക്കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം. വസയ്യിനീഹാ, എന്റെ മകൾക്ക് നല്ല ഭംഗിയുള്ള വസ്ത്രം കൊടുത്ത് എന്റെ പൊന്നുമകളെ ഒന്ന് ഭംഗിയാക്കണേ പെണ്ണേ. എന്റെ മകൾക്കൊരു നല്ല വസ്ത്രം ധരിപ്പിച്ച് സന്തോഷിപ്പിക്കണേ പെണ്ണേ. ലി അസൂറ ബിഹാ അഖാരിബഹാ, സുബ്ഹാനല്ലാഹ്. 6 വയസ്സുള്ള പൊന്നുമകളുടെ കൈ പിടിച്ചുകൊണ്ട് സ്വന്തം ബാപ്പയാണ് പറയുന്നത്, ലി അസൂറ ബിഹാ, എന്റെ മകളുടെ കൈ പിടിച്ച് ഞാനൊന്ന് പോകട്ടെ എന്റെ കുടുംബങ്ങളിലേക്ക്, അവളുടെ കുടുംബങ്ങളിലേക്ക്. മോളെ, ഭാര്യയെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ കുടുംബത്തിലേക്ക്. എന്തിനാണ് മറച്ചു വെക്കുന്നത്? എന്റെ മകൾക്ക് വയസ്സ് 6 ഇനി ആരുടെ മുന്നിലാണ് മറച്ചു വെക്കേണ്ടത്? ആരെന്ത് പറഞ്ഞാലും എന്റെ മകളെ ഞാനൊന്നും ചെയ്യില്ല. എന്റെ മകളെ ഞാൻ പൊന്നുപോലെ വളർത്തുന്നതാണ്. അല്ലയോ മനുഷ്യ, ഇടറുന്ന പൊട്ടുന്ന മനസ്സോടുകൂടെ സ്വന്തം ഭാര്യയാണ് ഭർത്താവിനോട് പറയുന്നത്. അഥവാ നിങ്ങൾ കൊണ്ടുപോകുമ്പോ വല്ല നാട്ടുകാരും നിങ്ങളെ കളിയാക്കിയാൽ, ഛേ, ഒരു പെൺകുട്ടിയാണോ, ഒരു പെൺകുട്ടിയോ നിങ്ങളെ കളിയാക്കിപ്പോയാൽ എന്റെ മകളെ നിങ്ങൾ കൊല്ലുമോ? എന്റെ മകളെ നിങ്ങൾ കൊന്നുകളയുമോ? എന്റെ മകളെ ആക്രമിക്കുമോ? എന്റെ പൊന്നുമകൾ എനിക്ക് നഷ്ടപ്പെടുമോ? 10 മാസം നൊന്ത് പ്രസവിച്ച ഈ സാധുവായ ഉമ്മ അഥവാ ഭാര്യ മനുഷ്യരോട് പറയുമ്പോ, ഇല്ല, എന്റെ കുട്ടിയെ ഞാൻ കൊന്നുകളയുകയോ, യവൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും എന്റെ മകളെ ഞാനൊന്നും ചെയ്യുകയില്ല. സുമ്മയുബഇദു ബിഹാ, ഈ മനുഷ്യൻ ആ കുട്ടിയുടെ കൈ പിടിച്ച് അവളെയും കൊണ്ട് വിദൂരത്തേക്ക് പോകുന്നു. സുമ്മയുബഇദു ബിഹാ, ആ കുട്ടിയും കൊണ്ടവൻ ബഈദാവുന്നു. ഫിസ്സഹറാ, ഒരുപാട് അകലെ നടന്നുപോയി മരുഭൂമിയിൽ. ഹത്താ യഅതിയൽ ബിറാ, നടന്ന് ആ പാവപ്പെട്ട കുട്ടിയുടെ കൈപിടിച്ച കരങ്ങൾ പിടിച്ചുകൊണ്ട് നടന്ന് അവസാനം ഇന്നാലിന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു കിണറുണ്ട്. ഫയഖൂലു ലഹാ, മുസ്ലിം സമുദായമേ, കാരുണ്യത്തിന്റെ മുത്ത്, ഈ ഭൂമി ലോകത്ത് വന്നപ്പോൾ കണ്ടിരുന്ന യാഥാർത്ഥ്യങ്ങളാണിത്. സ്വന്തം ബാപ്പയാണ് മകളോട് പറയുന്നത്, ഉന്നുരീ ഫീഹാ യാ ബിൻതി
എന്റെ പൊന്നുമോളെ ഇങ്ങോട്ട് വാ. ബാപ്പ കിണറിലേക്ക് നോക്കുന്നു, ഒന്നങ്ങോട്ട് നോക്കുമോളെ, എന്തെല്ലാമാണ് ആ കിണറ്റിലുള്ളത്. ആ കുട്ടി അങ്ങ് നോക്കുമ്പോ ആ പാവപ്പെട്ട മകൾ ബാപ്പാന്റെ കൈ പിടിച്ച് ഉപ്പാന്റെ കൈ പിടിച്ച് കിണറിലേക്ക് അങ്ങ് നോക്കിയപ്പോൾ 6 വയസ്സ് കഴിഞ്ഞ മകളെ കിണറ്റിലേക്ക് തള്ളിവിടുന്നു, തട്ടിക്കളയുന്നു. ആ മകൾ കിണറ്റിലേക്ക് അങ്ങ് വീണിട്ട് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോ ഉപ്പാ യാ അബതാ ഉപ്പാ എന്ന് വിളിക്കുന്നു. രണ്ടാമത് മുങ്ങുന്നു, വീണ്ടും അതാ പൊങ്ങുന്നു. ആ കുട്ടി മരിച്ചു കിടക്കുന്നു, വെള്ളത്തിന്റെ മുങ്ങിൽ മരിച്ചുകൊണ്ട് പൊങ്ങിക്കിടക്കുന്നു. ഇതാണ് എന്റെ നല്ലവരായ ജ്യേഷ്ഠാനുജന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ്, കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വന്നപ്പോൾ കണ്ടിരുന്ന രണ്ടാം കാഴ്ച ഇതാണ്. എങ്കിൽ എങ്ങനെയാണ് സ്ത്രീകളെ റസൂലുള്ളാഹിനെ മറന്നുകൊണ്ട്, ദീനിനെ മറന്നുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഇരിക്കട്ടെ, അത് നിങ്ങൾ മറ്റൊരു ഭാഷണത്തിൽ കേൾക്കുക. ഞാനിവിടെ പറയുന്നത് 3 ഘട്ടങ്ങളാണ് നബി തങ്ങൾക്ക് മക്കയിൽ കാണാൻ കഴിഞ്ഞത്. ഒന്ന് ഞാൻ പറഞ്ഞു, എന്റെ പിതാക്കളെ. രണ്ടാമത്തതും പറഞ്ഞു. മൂന്നാമത്തത് കേൾക്കണോ? അവിടുന്ന് അഥവാ പെട്ടെന്ന് ഭാര്യയോട് കുടിയുടെ അരികിൽ പോയി കിടക്കാൻ പറയുന്നതിന് മുമ്പ് സ്വന്തം ഭാര്യ വീട്ടിലങ്ങ് പ്രസവിച്ചു പോയാൽ, ഈ ഭാര്യ എങ്ങാനും പ്രസവിച്ചു പോയാൽ ഉടൻ തന്നെ അവിടെ നിന്ന് ചോദിക്കുന്നത്, നോക്കുന്നത്, ഭർത്താവ് നോക്കുന്നത് എന്താണ് എന്റെ ഭാര്യ പ്രസവിച്ചത്? ആൺകുട്ടിയെയാണോ പെൺകുട്ടിയാണോ? ഇസ്ലാമിക ചരിത്രത്തിൽ തുഹ്ഫത്തുൽ മൗദൂ പോലെയുള്ള, ബഹ്ജത്തുൽ മജാലിസ് പോലെയുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ മഹത്വത്തിൽ വിവരിക്കുകയാണ്. ഒരു ഭർത്താവ്, പെണ്ണ് മരിച്ചു, അവിടുന്ന് ഭാര്യ പ്രസവിച്ചു. ഭാര്യ പ്രസവിച്ചു വീട്ടിലാണ്. കിണറിന്റെ അരികിലേക്ക് കുടിയുടെ ചാരത്തേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഈ പെണ്ണതാ പ്രസവിച്ചു പോയി. ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അബൂ ഹംസത്തുൽ നബി എന്ന് പറയുന്ന ഭർത്താവ് മക്കയിൽ കണ്ടിരുന്ന വേദനാജനകമായ രംഗമാണിത്. ആ മനുഷ്യൻ തസവ്വജ ഇംറഅത്തൻ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച്, ഫവലദത് ലഹു ബിൻതാ, അവൻ അല്ലാഹു തആല ഒരു പെൺകുട്ടിയെ കൊടുക്കുന്നു. ഫഹജറ ഖൈമതഹാ ലിശദ്ദതി ഗൈദിഹി മിൻ ബിലാദതിഹൽ ബനാത്. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോ ഭാര്യ പ്രസവിച്ചത് പെണ്ണാണെന്ന് കണ്ടപ്പോ വീട്ടിൽ നിന്ന് ഓടുന്നു. ഒരു വീട്ടുകാരൻ, എന്റെ വീട്ടിൽ, ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടിയാണിത് കണ്ടപ്പോ ഞാൻ ഓടുകയാണ് എന്റെ വീട്ടിൽ നിന്ന്. എന്റെ പറമ്പിൽ ഞാൻ താമസിക്കുന്നില്ല. എന്തൊരു വൃത്തികെട്ട ജീവിതം, എന്തൊരു വൃത്തികെട്ട ശൈലി! ഇരുണ്ട യുഗത്തിൽ കാരുണ്യത്തിന്റെ മുത്ത് ലോകത്ത് കണ്ട 3ാമത്തെ സംഭവമാണത്. അബൂ ഹംസത്ത് എന്നവര് ഓടുകയാണ്. എന്താ വിഷയം? പ്രസവിച്ച ഭാര്യയിൽ കണ്ടത് പെൺകുട്ടിയെയാണ്. ഭാര്യയുടെ കയ്യിൽ, ഭാര്യയുടെ അരികിൽ കിടക്കുന്നത് പെൺകുട്ടിയെയാണ്. അത് കണ്ടപ്പോ ഓടുന്ന മനുഷ്യൻ അവന്റെ ശക്തിയായ ദേഷ്യം കാരണം ഖൈമ വിട്ടോടുകയാണ്. മിൻ വിലാദത്തികൾ ബനാത്, പെൺകുട്ടികളെ പ്രസവിച്ചെന്ന കാരണം കൊണ്ട്. ഈ മനുഷ്യൻ അബൂ ഹംസത്ത് എന്നവരെ പോയിട്ട്, കേട്ടോളൂ എന്റെ സഹോദരങ്ങളെ, നല്ലവരായ മുഅ്മിനീങ്ങളെ, ഈമാനുള്ള പൊന്നു പിതാക്കളെ, ഞാൻ എന്റെ പ്രായം ചെന്ന ഉപ്പമാരോട് നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ സംഭവം വല്ലാതെ കേട്ടിരിക്കും. നിങ്ങളൊക്കെ ധാരാളം നിങ്ങൾ കേട്ടിരിക്കും. എന്റെ ഉപ്പമാരെ, നമ്മുടെ പെൺകുട്ടികൾ എന്ന് കേൾക്കട്ടെ. ചെറുപ്പക്കാരി തലമുറയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരായ എന്റെ കൂട്ടുകാരെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അബൂ ഹംസത്തുൽ നബി എന്ന മനുഷ്യൻ ഓടുകയാണ്. ഫമറ ബിഖൈമതിഹാ യൗമാ. മാഷാ അല്ലാഹ്. ഒരു വിദ്വാൻ, ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ പ്രസവിച്ച ഭാര്യയുടെ അരികിൽ കിടക്കുന്ന പെൺകുട്ടിയെ കാണുമ്പോ സ്വന്തം വീട്ടിലേക്ക് വരാതെ ഓടുന്നു. അയൽപ്പക്കത്തെ വീട്ടിൽ പോയി താമസിച്ചു. ഒരുപാട് ദിവസം കഴിഞ്ഞു, വീട്ടിലേക്ക് വരുന്നില്ല. ഭാര്യ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, കുടുംബത്തിൽ എന്താ സ്ഥിതി, ഒന്നും അറിയേണ്ടവന്. എന്താ അവൾ പെൺകുട്ടിയെ പ്രസവിച്ച, ഇതാ പ്രശ്നം. മാത്രമല്ല, എന്റെ വീട്ടിലൊരു പെൺകുട്ടി വീണല്ലോ. അവള് പ്രസവിക്കുന്നത് ആ കുടിയുടെ അരികിൽ ആവേണ്ടിയിരുന്നു, അല്ലെങ്കിൽ വീടിന്റെ പുറത്താവേണ്ടിയിരുന്നു.
എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചല്ലോ, ഛേ, ആരോട് പറയും ഇത് മാനക്കേട്, ഇത്ര വഷളത്തിറമേരി എന്ന് തിരുത്താൻ എനിക്ക് കഴിയും, ഇവന്റെ വിഷമം ഇവിടെയാ. എന്നിട്ട് അയൽപ്പക്കത്തെ വീട്ടിൽ പോയി താമസിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ ആ വീടിന്റെ ആ ഭാര്യ താമസിക്കുന്ന സ്വന്തം ഹൈമയുടെ അരികിലൂടെ അങ്ങനെ പോയി. യൗമാ ഫഇദാ ഹിയ തുദാഇബു ബിനതഹാ. ഭർത്താവായ അബൂ ഹംസത്ത് എന്നവര് അങ്ങോട്ട് നോക്കണമെന്നില്ല, വീട്ടിലേക്ക് നോക്കുന്നില്ല, ഭാര്യ ഇവിടെ കിടക്കുന്നുണ്ടോ ഇല്ലേ ഇരിക്കുന്നുണ്ടോ ഒന്നുമില്ല, അങ്ങനെ പോവുകയാണ്. അപ്പൊ പെൺകുട്ടിയെ ഇരുത്തി അവിടെ മരത്തി കിടത്തിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ അരികിൽ ഇങ്ങനെ താലോലിച്ച പെൺകുട്ടിയെ അവിടുന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ, ആ സമയത്ത് ഭർത്താവ് ഇങ്ങനെ പോകുന്നത് കാണുമ്പോ ഈ പെണ്ണതാ പാട്ടുപാടുകയാണ്. ഭാര്യ ഭർത്താവ് കേൾക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ ബാപ്പയൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമകളുടെ മുഖത്ത് ചുംബനമർപ്പിച്ചുകൊണ്ട്, ആ ചോരക്കുഞ്ഞിന്റെ കവിളത്ത് ചുംബനമർപ്പിച്ചുകൊണ്ട് ഈ പെണ്ണ് പാടുകയാണ്. മാലി അബി ഹംസത ലാ യഅതീനാ യളുല്ലു ഫിൽ ബൈത്തിൽ ദിയരീനാ غلبان الله نلد البانين تالله ماذا لك في أيدينا. സുബ്ഹാനല്ലാഹ്, പെണ്ണിന്റെ ബുദ്ധി പോലും ഈ അബൂ ഹംസക്കില്ല. ഇവിടെയാണ് എന്റെ സഹോദരങ്ങളെ, ദീനിന്റെ മക്കളെ, അബൂ ഹംസ എന്ന ഈ പുരുഷന്റെ ഭർത്താവിന് ഈ പെണ്ണിന്റെ ബുദ്ധി പോലുമില്ല. ആ പെൺകുട്ടിയെ താലോലിച്ച് അവിടുന്ന് ആ പെൺകുട്ടിയെ സന്തോഷത്തോടുകൂടെ ആ പെൺകുട്ടിയെ താലോലിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ നടന്നു പോകുന്ന ഭർത്താവിനെ കാണുമ്പോ ഭർത്താവിന്റെ പേര് വിളിച്ചിട്ട് മകളുടെ മുഖത്ത് ചുംബനം അർപ്പിച്ചുകൊണ്ട്, മോളെ മാലി അബി ഹംസത ലാ യഅതീനാ, എന്താണ് കുഞ്ഞേ നിന്റെ ബാപ്പാക്ക് പറ്റിയത്? അബൂ ഹംസത്ത് എന്നവർക്ക് എന്തു പറ്റി? നമ്മുടെ അരികിലേക്ക് വരുന്നില്ല. മോളെ നിന്റെ മുഖം കാണുന്നില്ല. ഞാൻ ചെയ്ത തെറ്റ് ഇന്ന് വരെ നിന്റെ ബാപ്പയോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മോളെ നിന്റെ ഉപ്പാനെ ഞാൻ വേദനിപ്പിക്കുന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. നിന്റെ ഉപ്പാന്റെ മുഖത്ത് കൈ ചൂണ്ടി സംസാരിച്ചിട്ടില്ല. മോളെ നിന്റെ ഉപ്പയുടെ കാലിന്റെ ചുവട്ടിലാണ് എന്റെ സ്വർഗമുള്ളത്, എനിക്കറിയാം. എന്ത് പറ്റി നിന്റെ ഉപ്പാക്ക്? നമ്മുടെ ഇന്നത്തെ സ്വാലിഹത്തായിരിക്കുന്ന ഉമ്മമാർ അവര് പറയുന്നതുപോലെ, പക്ഷേ അമ്മ പറയുന്ന വിവരം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ പെണ്ണ് പറയാ, നിന്റെ ഉപ്പാനെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല, നിന്റെ ഉപ്പാനെ വെറുപ്പിച്ചിട്ടില്ല, നിന്റെ ഉപ്പാനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, നിന്റെ ഉപ്പാക്ക് കൊടുക്കേണ്ട ബഹുമാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്ത് പറ്റിക്കരളെ നിന്റെ ഉപ്പാക്ക്? എന്തിനാണ് കരളെ നിന്റെ ബാപ്പ അയൽപ്പക്കത്തെ വീട്ടിൽ പോയി താമസിക്കുന്നത്? അത് നിന്നോടുള്ള വെറുപ്പല്ലേ? മോളെ നിനക്ക് വെറുപ്പ് നിനക്ക് വല്ല ബുദ്ധിയുണ്ടോ? നീ വല്ലതും ചെയ്തിട്ടുണ്ടോ? നിന്റെ ബാപ്പ എന്തിനാണ് അവിടെ പോയി താമസിക്കുന്നത്? ഉമ്മമാരെ, ഈ പെണ്ണ് ആ കാലഘട്ടത്തിൽ മക്കത്തുൽ മുക്കറമയിൽ വെച്ചുകൊണ്ട് പാടുകയാണ്, എന്റെ പൊന്നുമോളെ, ഞാനൊരു ആൺകുട്ടിയെ പ്രസവിക്കാത്തത് കൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് നിന്റെ ബാപ്പ പോവുകയാണ്. നിന്റെ ബാപ്പ പോകുന്നത് ആൺകുട്ടികളെ പ്രസവിച്ചില്ല, ഞാനൊരു ആൺകുട്ടിയെ പ്രസവിച്ചില്ല, അതിന് ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങിപ്പോയതാ. ഇപ്പൊ പോയിട്ട് അയൽവാസികളുടെ അരികിൽ പോയി താമസിക്കുകയാണ്, അവിടെ പോയി താമസിക്കുകയാണ്. മാത്രമല്ല അയൽപ്പക്കത്ത് പോയി താമസിച്ചിട്ട് ഇപ്പോ അവിടെ അതാ അങ്ങാടി പോണു നിന്റെ വാപ്പ, അതാ പോണു മോളെ ചെറിയ ചോരക്കുഞ്ഞ്. ആ ചോരക്കുഞ്ഞ് കരളിനോട്, ആ പിഞ്ചു പൈതലിനോട് ഉമ്മ പറഞ്ഞിട്ട് അങ്ങനെ കളിപ്പിക്കുകയാണ്. എന്നിട്ട് ആ പെണ്ണ് പറയുന്നു, തല്ലാഹി മാദാലിക ഫീ ഐദീനാ, തല്ലാഹി മാദാലിക ഫീ ഐദീനാ, അല്ലാഹുവാണ് സത്യം, മാദാലിക
ആൺകുട്ടിയെ പ്രസവിക്കുന്നതും പെൺകുട്ടിയെ പ്രസവിക്കുന്നതും മോളെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ, നമ്മുടെ കൈവശമുള്ള കാര്യമല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. തല്ലാഹി മാ ദാലിക ഫീ ഐദീനാ. അല്ലാഹുവാണ് സത്യം, യജമാനനായ റബ്ബാണ് സത്യം. ആ കാര്യങ്ങൾ ആണും പെണ്ണും അത് നമ്മുടെ കൈവശമുള്ളതല്ല. അത് നിന്റെ ബാപ്പാക്കറിയൂല മോളെ, നിന്റെ ഉപ്പാക്ക് ബുദ്ധിയില്ല, നിന്റെ ഉപ്പാക്ക് വിവരമില്ല. ബൽ നഹ്നു കൽ അർളീലിൻ സാരിഈന യൽബസു മാ ഖദ് സറഊഹു ഫീനാ. മോളെ നിന്റെ ഉമ്മ ഒരു ഭൂമി പോലെയാണ്. ഭൂമിയിൽ ആരെങ്കിലും കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആ നട്ടുപിടിപ്പിച്ചത്, ആ കൃഷിക്ക് എന്താണോ നട്ടുപിടിപ്പിച്ചത് അത് നൽകുന്നതാണ്. മാ ഖദ് സറഊഹു ഫീനാ. നേരെ മറിച്ച് ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകുന്നതാണ്. പക്ഷേ വ ഇന്നമാ നഖൂദു മാ ഉഅതീനാ. ഈ തോട്ടമാകെ, ഈ കൃഷിസ്ഥലമാകെ കൃഷി അങ്ങോട്ടങ്ങ് വിതറി, കൃഷി നട്ടുപിടിപ്പിച്ചു. അവിടുന്ന് നെൽമടികളതാ കൊണ്ടുവന്ന് വിതറിപ്പോയി. ഈ കാണുന്ന 3 ഏക്കർ സ്ഥലവും കൃഷി നട്ടുപോയി. എന്റെ മോളെ, അല്ലാഹു ഇനി അതിലൂടെ നമുക്ക് നൽകുന്ന അരി, അതിലൂടെ നമുക്ക് നൽകുന്ന ഗോതമ്പ് ചിലപ്പോൾ 1 ഏക്കർ സ്ഥലത്തിലുള്ളതായിരിക്കും, 2 ഏക്കർ മുടങ്ങിപ്പോയേക്കാം. എന്താണോ പടച്ച റബ്ബ് നൽകുന്നത് അത് ഇരുകരങ്ങളും നീട്ടിയിട്ട് വ ഇന്നമാ നഖൂദു മാ ഉഅതീനാ. അത് യജമാനനായ റബ്ബ് നൽകുന്നത് കൈനീട്ടുകയല്ലാതെ ഒടുങ്ങിയതിൽ ഖേദിച്ചിട്ട്, അല്ലെങ്കിൽ കിട്ടാത്തതിന്റെ വിഷയത്തിൽ, വിചാരിച്ചത് ഇല്ലാത്തതിന്റെ വിഷയത്തിൽ ഖേദിച്ചിട്ട് ഫലമുണ്ടോ നിന്റെ ബാപ്പാക്ക് അറിയൂല മോളെ. സുബ്ഹാനല്ലാഹ്. നോക്കി നിങ്ങള്, ഒരു ഭാര്യ പ്രസവിച്ചത്, വീട്ടിൽ പെൺകുട്ടിയെ പ്രസവിച്ച ഭർത്താവ് ഓടുകയാണ്. ആ നിലക്കുള്ള കാലത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ കവചം വന്നുകൊണ്ട് അവിടുന്ന് ആ മക്കക്കാരെ അമ്പരപ്പിച്ചുകൊണ്ട്, മനുഷ്യ സമൂഹത്തെ പരിഭ്രമിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ കഹാതൈൻ വലമ്മ അസാബിഅഹു. ഈമാനുള്ള പിതാക്കളെ, എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, എത്രയാണ് എന്റെ ഉമ്മ നിങ്ങളുടെ വീടുകളിൽ പെൺകുട്ടികളുള്ളത്? ഈ നാട്ടിലൊക്കെ, ഈ മഹല്ലത്തിൽ ഒരുപാട് വീട്ടുകാരിൽ ആ വീടുകളൊക്കെ പെൺകുട്ടികളുണ്ട്. എന്റെ നാട്ടുകാരെ, ശബ്ദം കേൾക്കുന്ന പിതാക്കളെ, വേദനിക്കണ്ട. അല്ലാഹു ചെയ്ത നിഅമത്താൻ, പടച്ച റബ്ബ് നൽകിയ വല്ലാത്ത അനുഗ്രഹമാണ് മുസ്ലിമേ. കണ്ടോ, റസൂലുള്ളാഹി പറയുന്ന, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, മൻ ആല ജാരിയതൈൻ, ആരെങ്കിലും 2 പെൺകുട്ടികളെ, ഏതെങ്കിലും ഒരു അടിമക്ക് അല്ലാഹു 2 പെൺകുട്ടികളെ കൊടുക്കുന്നു, അവരതാ പെൺകുട്ടികളെ വളർത്തുന്നു. ഹത്താ തബ്ലുഗാ, ആ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്നത് വരെ അവരെ ദേഷ്യം പിടിക്കാതെ, ഏത് വിഷയത്തിൽ അവർ കളിച്ചതിന്റെ പേരിൽ ദേഷ്യം പിടിക്കാം, അവർ വേറെ വല്ലതും ചെയ്താൽ അവരടിക്കാം, അവരെ ചീത്ത പറയാം. നേരെ മറിച്ച് പെൺകുട്ടികൾ എന്ന നിലക്ക് ആ ഹൈസിയത്തിലൂടെ വെറുപ്പ് പ്രകടിപ്പിക്കാതെ, ആ വിധേനൊരു വെറുപ്പ് കാണിക്കാതെ, ഒരു വെറുപ്പിന്റെ നോട്ടമില്ലാതെ എപ്പോഴും അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ മുഖം, ആ മുഖം പ്രകടമാക്കിക്കൊണ്ട് 2 പെൺകുട്ടികളെ വളർത്തിയാൽ ഹത്താ തബ്ലുഗാ, അവർ പ്രായപൂർത്തിയാവുന്നത് വരെ ആ പെൺകുട്ടികളെ വളർത്തിയാൽ ജാഅ യൗമൽ ഖിയാമ, കോടിക്കണക്കായ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന യജമാനനായ റബ്ബിന്റെ കോടതിയിൽ, അവിടെ ആ റബ്ബിന്റെ കോടതിയിൽ ഈ മനുഷ്യൻ വരുന്നതാണ്. അവിടെ കരയാത്ത പണ്ഡിതനില്ല. കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറം
അപ്പുറത്ത് കിടക്കുന്ന സൂര്യൻ, ആ സൂര്യന്റെ ചൂട് സഹിക്കാൻ നാട്ടുകാരെ സൂര്യൻ അസ്തമിച്ച മണിക്കൂറുകളായി, സൂര്യൻ അസ്തമിച്ച് 3-4 മണിക്കൂറായില്ലേ, എന്നിട്ട് പോലും അതിന്റെ ചൂട് സഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. നബിയേ, തങ്ങൾക്ക് അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തിനെ കാണാം. ഏതു രൂപത്തിലെന്നറിയുമോ? സുകാറാ, അവരാകെ കള്ളു കുടിച്ച് മത്തിച്ചവരെ പോലെ നാനാ ഭാഗത്തേക്കും ഓടിക്കളിച്ച് നടക്കുന്നത് കാണാം. നബിയേ, സുകാറാ, അവര് കള്ളു കുടിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ മത്താക്കി കളയുന്ന മറ്റു വസ്തുക്കൾ കടിച്ചത് കൊണ്ടുമല്ല, നേരെ മറിച്ച് വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ കഠിനമായ ആ അദാബങ്ങ് കാണുമ്പോൾ നബിയേ, പാവങ്ങളൊക്കെ കുടിയന്മാരെ പോലെ ആയിത്തീരും. നബിയേ, കാരുണ്യത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ അത്രയും വലിയ തലമാണ്. ഖാലൽ ജലീലു ഖുദൂ യാ മലായികതി മുറു ബിഅബ്ദി ഇലൽ നിറാനി അത്ശാനാ. എന്റെ മലക്കുകളെ, ഈ കാണുന്ന മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയണം. ഏതു രൂപത്തിലെന്നറിയുമോ? ദാഹിച്ച് ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോൾ കൊടുത്തു പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൽപ്പിക്കുന്ന ആ വലിയ സ്ഥലമുണ്ടല്ലോ. എന്റെ നല്ലവരായ കഅബാലയത്തിന്റെ കല്ല് പിടിക്കാൻ ഭാഗ്യം ലഭിച്ച പിതാക്കളെ, റസൂലുള്ള പറയുകയാണ്, പെൺകുട്ടികളെ വളർത്തിയ മനുഷ്യൻ അനവഹുവ, ഞാനും അവനും കഹാത്തൈ, ഇതുപോലെയാണ് എന്ന് പറഞ്ഞ് വലമ്മ അസാബിഅഹു, അവിടുത്തെ വിരലുകൾ കാരുണ്യത്തിന്റെ മുത്തൊന്ന് കൂട്ടിപ്പിടിക്കുന്നു. ഇതുപോലെ പെൺകുട്ടികളെ സ്നേഹിച്ചുകൊണ്ട്, പെൺമക്കളോട് മഹബ്ബത്ത് കാണിച്ച്, പെൺകുട്ടികളോടൊരു വെറുപ്പമില്ലാതെ പൊന്നുപോലെ വളർത്തുന്ന മാതാപിതാക്കൾ, അവർക്ക് എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാം. ഇത് പഠിപ്പിച്ച നബി തങ്ങളുടെ മക്കളല്ലേ നമ്മളൊക്കെ. പെൺമക്കളെ വളർത്തുന്നവർക്ക് വല്ലാത്ത ബറക്കത്തുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുന്നുവെങ്കിൽ കണ്ടോ നമ്മുടെ ഉമ്മ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ജാഅത്തിനി ഇംറഅത്തുൻ, എൻ്റെ അടുക്കൽ ഒരു ഉമ്മ വന്നു, വമഅഹ ബിനതാനി ലഹാ, ആ ഉമ്മാക്കുള്ള 2 പെൺകുട്ടികള്. ആ ഉമ്മ 2 പെൺകുട്ടികളുടെ, ഒരു പെണ്ണ് 2 പെൺകുട്ടികളുടെ കൈ പിടിച്ചിട്ട് എൻ്റെ അരികിലേക്ക് വന്നു. ഫസഅലതിനി, ആ ഉമ്മ എന്നോട്, ആയിഷ, പ്രായം കൊള്ള നോക്കുമ്പോ എന്റെ മകളുടെ പ്രായമേ നിങ്ങൾക്കുള്ളൂ, അതുപോലെ നേരെ മറിച്ച് അവിടുന്ന് റസൂലുള്ളാഹിന്റെ ഭാര്യ എന്ന നിലക്ക് അത് എന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. എന്റെ പൊന്നുമോളെ, ഈ 2 മക്കൾ എന്റെ കുട്ടികളാണ്. ആ മക്കൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് ജോലി ചെയ്യാൻ വഴിയില്ല. ആ മക്കൾക്കാണെങ്കിലോ പിതാവുമില്ല. അവിടുന്ന് ആ മഹാന്മാർ അവിടുന്ന് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പഠിപ്പിക്കുകയാണ്. ഫലം തജിദ് ഇൻദി, ആയിഷ ഉമ്മ പറയാ, എനിക്കാണെങ്കിൽ ഇൻദി ശൈഅൻ ഗൈറ തംറത്തിൻ വാഹിദ, എന്റെ അടുക്കൽ ഒരൊറ്റ കാരക്കയേ ഉള്ളൂ, എനിക്ക് വേറെ കയ്യിൽ ഒന്നുമില്ല. ഫഅതൈതുഹാ ഇയാഹാ, ആ ഉമ്മ എന്നോട് ചോദിച്ചു, ആയിഷ, ആയിഷ, എന്റെ പൊന്നുമക്കൾ 2 മക്കൾ ഒട്ടിപ്പിടിച്ച വയറുമായി അവിടുന്ന് വന്നിരിക്കുകയാണ്, ആ മക്കൾക്ക് വല്ലതും കൊടുക്കുമോ ആയിഷ? ഫഅതൈതുഹാ ഇയാഹാ, ഉടൻ തന്നെ എന്റെ കയ്യിലുള്ള ഒരു ഈത്തപ്പഴം ആ ഉമ്മയുടെ കയ്യിൽ ഞാൻ കൊടുത്തു. ഫഅഖദത്ഹാ, ആ ഉമ്മ അത് വാങ്ങി. ആ ഉമ്മ ആ ഒരു ഈത്തപ്പഴം പിടിച്ചു.
ഫഖസമത്ഹാ ബൈന ബിനതൈഹാ. എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, ആയിഷ ബീവി പറയാ, ആ ഉമ്മ എന്നോട് കരഞ്ഞുകൊണ്ട് പെൺകുട്ടികൾക്ക് വല്ലതും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഈത്തപ്പഴം ഞാൻ എടുത്ത് ഉമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോ ഫഖസമത്ഹാ, ഈ ഉമ്മ അത് വീതിച്ചു. ബൈന ബിനതൈഹാ, ആ ഉമ്മയുടെ രണ്ട് പെൺകുട്ടികളുടെയിൽ വലം തഅകുൽ മിൻഹാ ശൈആ, മെലിഞ്ഞൊട്ടിയ സാധുവായ ഉമ്മ, അവിടുന്ന് ഒട്ടിപ്പിടിച്ച വയറുമായി നിൽക്കുന്ന ഉമ്മ, പട്ടിണി കിടക്കുന്ന ഉമ്മയാണ്. ഒരു ചീന്തെടുത്തുകൊണ്ട് കടിച്ചില്ല. ആ ഉമ്മ മുഴുവനും കുട്ടികൾക്ക് കൊടുത്തു, പെൺകുട്ടികൾക്ക്. സുമ്മ ഖാമത്, എന്നിട്ട് ആ ഉമ്മ എഴുന്നേറ്റു. ഫഖറജത് ബബിനതാ, ഉമ്മ എന്നോട്, മോളെ പോട്ടെ ആയിഷ, ആയിഷ ഞാനും എൻ്റെ മക്കളും പോകട്ടെ. എൻ്റെ മക്കൾക്ക്, ആ ഉമ്മ രണ്ട് മക്കൾക്ക് ഞാൻ കൊടുത്ത കാരക്കയുടെ 2 ചീന്ത് 2 പുളിയാക്കി മക്കൾക്ക് കൊടുത്ത് സന്തോഷിപ്പിച്ച് എന്നോടതാ യാത്ര ചോദിച്ചുകൊണ്ട് ഫഖറജത് ബബിനതാ, രണ്ടുപേരും പുറപ്പെടുകയാണ്. ഫദഖല അലയ്യൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്താണ് കാരുണ്യത്തിന്റെ മുത്ത് പറയുന്നത് എൻ്റെ അരികിലേക്ക് വരുന്നത്. ആയിഷ ബീവി പറയാ, ആ മക്കളോട് കാണിച്ച, ആ പെൺകുട്ടികളോട് കാണിച്ചു പോയ രംഗം കണ്ട് എനിക്ക് വല്ലാത്തൊരു ദുഃഖം. ആ ഉമ്മ ഒരു കഷ്ടം പോലും തൊട്ടുപോയില്ല. എനിക്ക് വല്ലാത്തൊരു ദുഃഖം. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ റസൂലുള്ള എൻ്റെ അരികിലേക്ക് വരുന്നു. ഫഹദ്ദസ്തുഹു ഹദീസഹാ, ഈ സംഭവം ഞാൻ എൻ്റെ മുത്തുനബിയോട്, എൻ്റെ ഭർത്താവായ റസൂലുള്ളാഹിനോട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വഅദ് കേൾക്കുന്ന സ്ത്രീകളെ, ആയിഷ ബീവി പറയുകയാണ്, ഫഖാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, മനുബ്തഅന്റെ ആയിഷ, മനുബ്തുലിയ മിനൽ ബനാതി ബിശൈഇൻ ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിത്റം മിനൻ നാർ. അല്ലാഹു ഒരു മനുഷ്യന് ധാരാളം പെൺമക്കളെ കൊടുത്തു. ഫഅഹ്സന ഇലൈഹിന്ന, ആ പെൺകുട്ടികളോട് മുഴുവനും നന്മ കാണിക്കുകയാണ്. അവർക്കതാ നന്മ ചെയ്യുന്നു, അവരോടൊരു വെറുപ്പ് കാണിക്കുന്നില്ല. 4-5 പെൺമക്കളാണ് ആ പെൺകുട്ടികളുണ്ടായതിൽ സന്തോഷിക്കുന്ന ദമ്പതികൾ. ഉമ്മാക്ക് വെറുപ്പില്ല, ഉപ്പാക്ക് അത്രയുമില്ല. ഈ ബാപ്പ പറയുകയാണ്, ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, അള്ളാഹു നമുക്ക് നൽകിയ മുത്തുകളാണ് 5 പെൺകുട്ടികള്, ആൺകുട്ടിയൊന്നുമില്ല. അള്ളാഹുവിന്റെ ഖലാഇലുണ്ട് എങ്കിൽ അവൻ നൽകട്ടെ, നമുക്ക് 5 മക്കളെ നൽകിയല്ലോ, 5 പെൺകുട്ടികളെ നൽകിയല്ലോ. സന്തോഷത്തോടുകൂടെ ആരെങ്കിലും ആ മക്കളെ വളർത്തിയാൽ കുന്നലഹു, ആ പെൺകുട്ടികൾ ഈ ഉപ്പാക്കായി തീരും സിത്റം മിനന്നാർ, നരകത്തിനെ തൊട്ടുള്ള മറയാകുന്നതാണ്. ഈ മനുഷ്യൻ നരകത്തിൽ കിടക്കുകയില്ല. ഈ പെൺകുട്ടികൾ ഉപ്പാനെ നരകത്തിൽ കിടത്തുന്നൊരു അവസ്ഥ എത്തിക്കുകയില്ല. പെൺമക്കളാണ് ബാപ്പയെ മറക്കുന്നത്, പെൺമക്കളാണ് ഉപ്പാനെ ഈ നരകത്തെ തൊട്ട് കാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാരുണ്യത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതാണ് പെൺകുട്ടികൾ. നാട്ടുകാരെ, പെൺമക്കളുള്ളത് കൊണ്ട് സന്തോഷിക്കു പിതാക്കളെ എന്ന് എന്റെ മാതാപിതാക്കൾ, എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്ക് ഒരു പൊറുതികേട്. ഈ സ്ത്രീകൾക്കാണ് ഒരു പൊറുതികേട്. അവർക്ക് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. ഞാനിപ്പോ പറയേണ്ട സ്ത്രീകളെ കുറിച്ചും വല്ലാതെ പറയുന്ന ഒരു വ്യക്തിയാണ്. ഉമ്മമാരെ, സ്ത്രീകളാകുന്ന സ്ത്രീകൾക്കൊരു പൊറുതികേട്. അല്ലോ, 4 പെണ്ണായി, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നാമത്തത് പെണ്ണാണെങ്കിൽ ഒന്നും ഇട, രണ്ടാമത്തത് പെണ്ണാണെങ്കിൽ പെണ്ണിന് തുടങ്ങി സഞ്ചാരം. എന്തിനാണ് പെണ്ണെ? റബ്ബ് നൽകുന്നല്ലോ, സ്വീകരിച്ചോളൂ. നിന്റെ വയറ്റിലെ നൽകുന്നത് അത് അള്ളാഹുവാണ്. അള്ളാഹുവാണ് ആണും പെണ്ണും നൽകുന്നത്. നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അത് നന്ദികേട് കാണിക്കുന്ന ഒരു ബാപ്പയുടെ അടയാളമാണ്. മനുബ്തുലിയ മിനൽ ബനാത്ത്, ഒരുപാട് പെൺകുട്ടികൾ അള്ളാഹു ഒരാൾക്ക് കൊടുത്തു. അവരോടൊക്കെ നല്ല ഗുണം ചെയ്ത് അവരെ പെണ്ണുപോലെ വളർത്തി. കുന്നലഹു സിത്റം മിനന്നാർ, ആ മനുഷ്യൻ അള്ളാഹു നരകത്തിടില്ല. റവാഹു മുസ്ലിം. ചില്ലറക്കാരല്ല, സ്വഹീഹായ ഹദീസിലൂടെ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഒന്നും കൂടെ ഞാൻ വായിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാനത് ലഹു ഉൻസാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹു ഒരു പെൺകുട്ടിയെ കൊടുത്തു, ഫലം യഅദിഹാ വലം യുഹിൻഹാ, അവളെ നിന്ദിക്കുകയോ അവളെ നിസാരപ്പെടുത്തുകയോ അവളെ തരം താഴ്ത്തുകയോ ചെയ്തില്ല. മാത്രമല്ല, വലം യുസിർ വലദഹു അലൈഹാ, ഈ മനുഷ്യൻ
ഈ പ്രസവിക്കപ്പെട്ട പെൺകുട്ടിയെക്കാളും ആൺകുട്ടിയെ തെരഞ്ഞെടുത്തതുമില്ല. എന്താണ് നാട്ടുകാരെ ഈ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ വാല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ ദീനിന്റെ മക്കളെ, അടുത്ത് കല്യാണം കഴിച്ച കുട്ടികൾ, എന്റെ കൊച്ചനുജന്മാർ, കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ കൂട്ടുകാർ, നിങ്ങളൊക്കെ വിലയിരുത്തിക്കോളൂ. എന്റെ നല്ലവരായ ചെറുപ്പക്കാരായ മക്കൾ, എന്റെ അനുജന്മാരെന്ന നിലക്ക് 25, 26, 28 വയസ്സ് പ്രായമുള്ള കൊച്ചനുജന്മാരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് വിവരിക്കുകയാണ്. കണ്ടോവലം യുസിർ വലദഹു അലീഹ, മോനെ നിനക്ക് അല്ലാഹു ഒരാൺകുട്ടിയെ തന്നു, ഇപ്പുറത്തതാര് പെൺകുട്ടിയെ തന്നു. ആ പെൺകുട്ടിയെക്കാളും ഒരു സ്നേഹം ആൺകുട്ടിക്ക് കൊടുക്കുന്നില്ല. സ്വാഭാവികമായും എന്റെ ഹൃദയത്തിൽ വന്നു പോയേക്കാം, 5 പെണ്ണാൻ, 6ാമത്തൊരു കുട്ടി ആൺകുട്ടിയാൻ. സ്വാഭാവികമായും ഭാര്യക്കും ഭർത്താവിനും ഉമ്മാക്കും ഉപ്പാക്കും ഒരു അതിരറ്റ സ്നേഹം വന്നേക്കാം. പക്ഷേ മാതാപിതാക്കളെ, അവിടുന്ന് ദമ്പതികളോട് പറയട്ടെ, ഇത് കുട്ടിയുടെ മുന്നിൽ പ്രകടമാക്കരുത്, ആ പെൺകുട്ടിയുടെ മുന്നിൽ പ്രകടമാക്കരുത്. ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അത് പുറത്ത് പ്രകടമാക്കല്ല. പുറത്ത് അത് പെൺകുട്ടിയുടെ മുന്നിൽ ആൺകുട്ടിയോട് സ്നേഹം പ്രകടിപ്പിച്ച് ആ പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിക്കല്ല, ആ പെൺകുട്ടിയുടെ മനസ്സ് പൊട്ടിക്കല്ല. ആരാ പറയുന്നത്? റസൂലുള്ള പറയുകയാണ്. എന്നാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും തന്നെ ആൺകുട്ടികളെ പെൺമക്കളെക്കാളും ഒരു പ്രത്യേക സ്നേഹം കൊടുത്ത് പെൺകുട്ടികളെ മാറ്റിവെച്ച് ആൺകുട്ടികൾക്കൊരു പദവി കൊടുത്ത് ആൺകുട്ടികൾക്ക് പ്രത്യേകമായുള്ള എല്ലാം വാങ്ങിക്കൊടുക്കുന്നു, പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നില്ല. അങ്ങനെ വല്ല വ്യത്യാസം കാണിക്കാത്ത ഒരു മനുഷ്യരുണ്ടോ? അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അവൻ സ്വർഗ്ഗത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് എന്റെ നല്ലവരായ നാട്ടുകാരെ, എന്താണ് ഇപ്പൊ ഈ കേൾക്കുന്നത്? ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ടവരോട്, ഞാനിപ്പോ 2 ഹദീസ് പറഞ്ഞു. പെൺകുട്ടികളെ എങ്ങാനും ആരെങ്കിലും പെൺമക്കൾ, അല്ലാഹു തആല പെൺമക്കളെ കൊടുത്തിട്ട് അവർക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെ പെണ്ണുപോലെ, ഇനി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞു, 20, 25, 30 വയസ്സായിട്ട് കെട്ടിക്കാത്ത പെൺകുട്ടികള്, ഉമ്മമാരെ, പാവങ്ങളെ കൈയൊടിക്കരുത്. ആ പാവങ്ങളോട് വേദനിപ്പിക്കുന്നൊരു വാക്ക് പറയരുത്. സാധുക്കളാൻ, പാവങ്ങളാൻ, എത്ര പാവങ്ങളാണ് 28, 25 വയസ്സ് പ്രായമുള്ള അസാധുവായ പെൺകുട്ടി. സുബ്ഹാനല്ലാഹ്. എന്റെ വാല് കേൾക്കുന്ന ഉമ്മ, രാവിലെ എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിച്ച് 28 വയസ്സുള്ള പ്രായമുള്ള പെൺകുട്ടി അവിടെ ഉമ്മരപ്പടിയിൽ ചൂലെടുത്തുകൊണ്ട് അടിച്ചു വാരുന്നു. ഉമ്മയതാ അവിടുന്ന് അടുക്കലിൽ നോക്കിക്കാണുകയാണ്. അവിടുന്ന് വല്ലാതെ കരയുന്നു. പടച്ചവരെ, എന്റെ മകളുടെ കൂടെ പഠിച്ചവരൊക്കെ കല്യാണം കഴിച്ചു വിട്ടു, അവർക്കൊക്കെ 1-2 മക്കളായി. എന്റെ മകളെ കല്യാണം കഴിച്ചു വിടാൻ സാധിച്ചില്ലല്ലോ. അവിടുന്ന് ഭംഗിയില്ലാത്തത് കൊണ്ടല്ല, എന്റെ മകളുടെ ബാപ്പയുടെ കയ്യിൽ ഒരു 10 പവൻ സ്വർണമില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് മോളെ എന്ന് വിളിച്ച് ഉമ്മ കരയുമ്പോ, അസാധുവായ 25 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയാണ് ഉമ്മ. സ്വന്തം ബാപ്പ സുബ്ഹി നിസ്കരിച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോ കട്ടൻ ചായ കൊണ്ടുപോയി കൊടുക്കുന്നത് 28 വയസ്സുള്ള മകളാണ്. ആ മകളങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉപ്പ മോളെ എന്ന് വിളിച്ച് ആ മകളുടെ മുഖത്ത് നോക്കി അറിയാതെ പൊട്ടുന്ന കൽബോടുകൂടെ ആ കൽബിന്റെ ഉടമയങ്ങ് കരയുകയാണ്. എന്റെ ചെറുപ്പക്കാരെ, ആ കൽബിന്റെ ഉടമയങ്ങോട്ട് കരയുമ്പോ, ബാപ്പ കരയുമ്പോ, ഉപ്പാന്റെ കണ്ണുനീര് തുടച്ചിട്ട് 28 വയസ്സ് പ്രായമുള്ള കുട്ടി, ഉപ്പാ എന്തിനാ കരയുന്നത്? ഉപ്പാ, അല്ലാഹു എന്നെ പടച്ചുവല്ലോ, എന്തിനാണ് എന്റെ ബാപ്പ കരയുന്നത്? ഞാൻ മരിക്കോളം ഇവിടെ ജീവിച്ചോട്ടെ, എനിക്ക് വേറെ വീടില്ലല്ലോ, മറ്റൊരു സ്ഥലത്ത് പോയി ജീവിക്കാൻ എനിക്കാരുമില്ല. എന്റെ ബാപ്പയും ഉമ്മയും കരഞ്ഞാൽ ഞാനിവിടെ പോയി താമസിക്കും. എന്റെ മാതാപിതാക്കളെ,
ആ പെൺകുട്ടിയുടെ വാക്ക് കേൾക്കുമ്പോ കൽബ് പൊട്ടുന്ന ഉമ്മ. എത്ര വയസ്സായാലും ആ പെൺകുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ചോളൂ. ആ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല, ആ പാവങ്ങളുടെ കൽബ് പൊട്ടിക്കല്ല. 30 വയസ്സുള്ള മകളാണോ, അയൽപ്പക്കത്തുള്ള ഒരൊറ്റ പെൺകുട്ടി 30 വയസ്സിൽ കല്യാണം കഴിക്കാതിരിക്കുന്നില്ല. എല്ലാവരെയും കല്യാണം കഴിച്ചുവിട്ട് 2, 3, 4 പെൺമക്കളാണ് കുട്ടികളായി. പക്ഷേ നമ്മുടെ പൊന്നുമകൾ ആരുണ്ട് സമാധാനപ്പെടുത്താൻ? ഉമ്മാ മകളെ ചീത്ത പറയല്ല, ഉപ്പാ പൊന്നുമകളെ വേദനിപ്പിക്കല്ല. ആ പാവപ്പെട്ടവർ മരിക്കോളം ജീവിക്കട്ടെ. അല്ലാഹു തആല എന്താണോ കണക്കാക്കിയത് നിങ്ങൾ ഒരിക്കലും തന്നെ അവരെ വെറുപ്പിക്കാതെ അവരെ വളർത്തൂ. എത്ര വയസ്സായാലും ആ പെൺകുട്ടികളെ വളർത്തൂ. 30 വയസ്സായാലും ആ പെൺകുട്ടികളെ വളർത്തൂ. വല്ലാത്ത റഹ്മത്താൻ, വല്ലാത്ത ബറക്കത്താൻ മുഹമ്മദ് ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് വിവരിക്കുകയാണ്. അൽ ബനൂന നിഅമുൻ വൽ ബനാതു ഹസനാത്. അൽ ബനൂന നിഅമുൻ, ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ്. എന്തൊരു അനുഗ്രഹമുണ്ടോ അല്ലാഹു ചോദ്യം ചെയ്യുന്നതാണ്. നാട്ടുകാരെ, ലോകത്ത് 3 കാര്യങ്ങളല്ലാത്ത മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു ചോദിക്കുന്നതാണ്, അനുഗ്രഹങ്ങളെ കുറിച്ച്. പക്ഷേ വൽ ബനാതു ഹസനാത്, പെൺമക്കൾ നന്മകളാണ്. പെൺമക്കൾ എത്ര പെൺകുട്ടികളുണ്ടോ? 40 വയസ്സ് വരെ വീട്ടിൽ താമസിക്കുന്നു. 4, 5, 6, 7 പെൺമക്കളുണ്ട്. വൽ ബനാതു ഹസനാത്, എന്റെ വഅല് കേൾക്കുന്ന ഉമ്മ, പ്രായം ചെന്ന ഉമ്മ, ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ്. ഒരാൺകുട്ടിയുണ്ടോ? ആ ആൺകുട്ടി എത്ര കൊല്ലം ജീവിച്ചുവോ? ഉമ്മമാരെ പടച്ച റബ്ബ് ചോദ്യം ചെയ്യുന്നതാണ്. പെൺമക്കൾ നന്മകളാണ്. ആ നന്മകൾ ആഖിറത്തിൽ നമ്മുടെ ഏടുകൾ നന്മകളതാ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. പെൺകുട്ടികൾ കാരണത്താലാണ്. വല്ലാഹു അസ്സ വജല്ല യുഹാസിബു അലൻ നിഅമി, അല്ലാഹു തആല നിഅമത്തുകളുടെ മേൽ വിചാരണ ചെയ്യും. വയുജാസി അലൽ ഹസനാത്, വയുജാസി അലൽ ഹസനാത്, അല്ലാഹു നിഅമത്ത് അവൻ നൽകിയ നിഅമത്തിന്റെ മേൽ ചോദ്യം ചെയ്യുന്നതാണ്. അല്ലാഹുമ്മ യസ്ർ ഹിസാബി, റസൂലുള്ളാഹി പലപ്പോഴും ദുആ ചെയ്തു, അല്ലാഹുമ്മ യസ്ർ ഹിസാബി, പടച്ചവനെ എന്റെ വിചാരണ എളുപ്പമാക്കി തരണേ അല്ലാ. ആയിഷ ബീവി ഉമ്മമാരെ നബിയോട് ചോദിച്ചു, നബിയേ എന്താണ് അങ്ങ്, ആരാണ്? റസൂലല്ലേ, അങ്ങ് ഹബീബല്ലേ, എന്തിനാണ് അവിടുന്ന് ഈ നിലക്ക് ദുആ ചെയ്യുന്നത്? അഫലാ അകൂന അബ്ദൻ ശകൂറാ, അവിടുന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, ആയിഷ പടച്ച റബ്ബെങ്ങാനും കോടാനക്കോടി വരുന്ന അടിമകളുടെ കൂട്ടത്തിൽ വെച്ച് അവൻ ചോദ്യം ചെയ്യാൻ, ഹിസാബ് നടത്താൻ തീരുമാനിച്ചാൽ ലഹലക, ആ അടിമ നശിക്കുന്നതാണ്. അത്രയും വലിയ രംഗമാണ്. എന്നാൽ കേട്ടോളൂ, വല്ലാഹു അസ്സ വജല്ല യുഹാസിബു അലൻ നിഅമി, നിഅമത്തുകളുടെ മേൽ അല്ലാഹു വിചാരണ നടത്തുന്നതാണ്. വയുജാസി അലൽ ഹസനാത്, നന്മകളുടെ മേൽ. പെൺകുട്ടികളെല്ലാം നന്മകളാണ്. എത്ര പെൺമക്കളാണെങ്കിലും നാട്ടുകാരെ അല്ലാഹു നൽകിയ അനുഗ്രഹ നന്മകളാണത്. ആ നന്മക്ക് പ്രതിഫലം ഇങ്ങനെ കൂടിക്കൂടി വരും. ഒരു മകളെ എത്ര കൊല്ലം വളർത്തിയോ, ഒരു പെൺകുട്ടിയെ വീട്ടിൽ എത്ര കൊല്ലം വളർത്തിയോ, 10-50 കൊല്ലം വളർത്തിയോ, വല്ലാത്ത നന്മയാണ് നമ്മുടെ ഏടുകൾ കാണാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മൻസൂർ, വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായ ഇമാം മൻസൂർ റളിയല്ലാഹു അൻഹു പറയാ, വഹിബ്ബുൽ ബനാതി ഫഹുബ്ബുൽ ബനാതി ഫർളുൻ അലാ കുല്ലി നഫ്സിൻ കരീമാ ലിഅന്നാ ശുഐബൻ മിൻ അജലിൽ ബനാതി അഖ്ദമഹുല്ലാഹു മൂസാ കലീമാ. ബഹുമാനപ്പെട്ട മൻസൂർ റളിയല്ലാഹു അൻഹു പറയാ, വഹിബ്ബുൽ ബനാത്, എനിക്ക് ആൺകുട്ടികളെക്കാളും ഇഷ്ടം പെൺമക്കളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നത് പെൺമക്കളെയാണ്. ഫഹുബ്ബുൽ ബനാതി, പെൺമക്കളെ സ്നേഹിക്കലും പ്രിയം വെക്കലും ഫർളുൻ അലാ കുല്ലി നഫ്സിൻ കരീമ, മാന്യന്മാർക്ക് ഫർളാണ്, മാന്യന്മാരായ ആളുകൾക്ക് ഫർളാണ്. എന്നിട്ട് പറയാ മൻസൂർ തങ്ങള്, ലിഅന്നാ ശുഐബൻ മിൻ അജലിൽ ബനാതി അഖ്ദമഹുല്ലാഹു മൂസാ കലീമാ. ശുഐബ് നബി അലൈഹിസ്സലാം പെൺമക്കൾ കാരണമായി അഖ്ദമഹുല്ലാഹു, അല്ലാഹു ശുഐബ് നബിക്ക് ഖാദിമാക്കി കൊടുത്തത് മൂസാ നബിയല്ലേ.
അൽഹംദുലില്ലാഹ് മൻസൂർ തങ്ങൾ പറയാ, ഒരു പെൺകുട്ടി കാരണമായി, പെൺമക്കൾ കാരണമായി ശുഐബ് നബിക്ക് അല്ലാഹു ഖിദ്മത്തിന് വേണ്ടി കൊടുത്തത് കലീമുല്ലാഹി മൂസ. അതുകൊണ്ടാണ് പെൺമക്കളുള്ള ആളുകൾക്ക് വല്ലാത്ത വിജയമാണ്. കല്യാണം കഴിച്ചു, നല്ല പ്രയാസമായിരുന്നു, കടങ്ങളും വീടുകളില്ലാതെ കടത്തിൽ മുങ്ങിക്കുളിച്ചവനാൻ. 2-3 ആൺകുട്ടികളുണ്ടായി, എന്നിട്ടും കടത്തിൽ നിന്നവൻ രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു പെൺകുട്ടി ജനിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് വഴികളതാ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു, നല്ല മാർഗങ്ങളതാ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. എന്റെ ചെറുപ്പക്കാരെ, ശുഐബ് നബിക്ക് അല്ലാഹു മൂസാ നബിയെ ഖാദിമാക്കി കൊടുത്തത് പെൺകുട്ടികൾ കാരണത്താലാണ്. അതുകൊണ്ട് ഹുബ്ബുൽ ബനാത്ത്, എനിക്ക് ഏറ്റവും മഹബ്ബത്തുള്ളത് പെൺകുട്ടികളോടാണ്. ഫഹുബ്ബുൽ ബനാത്ത്, പെൺകുട്ടികളെ മഹബ്ബത്ത് വെക്കൽ ഫർളുൻ അലാ കുല്ലി നഫ്സിൻ കരീമാ, മാന്യതയുള്ള ശരീരത്തിന്റെ ഉടമകൾക്ക് അത് ഫർളാണ് കേട്ടോ, അവർ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. മൻസൂർ റളിയല്ലാഹു അൻഹു അവിടുന്ന് വിവരിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ പ്രഭാഷണം നിർത്തട്ടെ, നീട്ടുന്നില്ല. ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റുബ്ബ ജാരിയത്തിൽ ഖൈറുൻ മിൻ ഗുലാമിൽ ഖദ് ഹലക അഹ്ലുഹു അലാ യദി. സുബ്ഹാനല്ലാഹ്. ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു പറയാ, റുബ്ബ ജാരിയത്തിൽ എത്രയെത്ര പെൺകുട്ടികളാണ്, ഖൈറുൻ മിൻ ഗുലാം ആൺകുട്ടികളെക്കാളും നല്ലവര്. റുബ്ബ ജാരിയത്തിൽ ഖൈറുൻ മിൻ ഗുലാം ഖദ് ഹലക അഹ്ലുഹു അലാ യദി. എത്ര കുടുംബമാണ് ആൺകുട്ടികളെ കൊണ്ട് തുലഞ്ഞത്, എത്ര ബാപ്പയാണെന്ന് മരിച്ചെങ്കിൽ പടച്ചവരെ അവനൊരു കുടിയനായി. 8 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാരിന്ന ഹാജിയുടെ മകൾ, ആ മകനെ ഓർത്തുകൊണ്ട് പത്രങ്ങളോടൊക്കെ മകന്റെ വാർത്ത വന്നു. കഅബത്തിന്റെ കില്ല പിടിച്ച ഹാജിയാരാണ്? 5 വഖത്തെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ബാപ്പയാണ്. ഉമ്മ ഒരു ഹജ്ജുമ്മയുമാണ്, നല്ല ഉമ്മയാണ്. ഒരൊറ്റ സുന്നത്ത് പാടാക്കാത്ത ഉമ്മയാണ്, തഹജ്ജുദ് പോലും പാടാക്കാത്ത ഉമ്മയാണ്. പക്ഷേ ഉമ്മമാരെ, 7 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാരിന്ന ഉമ്മയുടെ മകനെന്ന് കേട്ടാൽ തറവാട് നശിച്ചില്ല ഉമ്മ, മഹിമ പോയില്ല ഉമ്മ. ഇനി ആരോടാണ് പറയാനുള്ളത്? അതുകൊണ്ടാണ് ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നത്, റുബ്ബ ജാരിയത്തിൽ ഖൈറുൻ മിൻ ഗുലാം ഖദ് ഹലക അഹ്ലുഹു അലാ യദി. എത്രയെത്ര പെൺകുട്ടികളാ ആൺകുട്ടികളെക്കാളും നല്ലവര്. കാരണം ആൺമക്കളെ കൊണ്ട് കുടുംബം നശിച്ചവരുണ്ട്. പടച്ചവരെ, ഞാൻ ഒരൊറ്റ കുട്ടിയില്ലാത്തവനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ അല്ലാ എന്ന് പറഞ്ഞ എത്ര ആളുകളാണ്. എന്റെ ഉമ്മമാരെ, യഅഖൂബ് ബിൻ ബുഖ്താൻ റളിയല്ലാഹു അൻഹു, ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. യഅഖൂബ് ബിൻ ബുഖ്താൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, വുലിദലി സബ്ഉ ബനാത്ത്, അല്ലാഹു എനിക്ക് 7 പെൺകുട്ടികളെ തന്നു. ഫകുന്തു കുല്ലമാ വുലിദലി ബിൻതുൽ, എനിക്ക് ഓരോ പ്രാവശ്യവും എന്റെ ഭാര്യ പ്രസവിക്കുന്ന പെൺകുട്ടിയാണെന്നറിയുമ്പോ ദഖൽതു അലാ ഇമാമിനാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. യഅഖൂബ് ബിൻ ബുഖ്താൻ തങ്ങൾ പറയുകയാണ്, എനിക്ക് 7 പെൺമക്കൾ അല്ലാഹു നൽകി. എന്റെ ഭാര്യ ഓരോ പ്രസവം നടത്തുമ്പോഴും പെൺകുട്ടിയാണെന്ന് പറയുമ്പോ ഞാൻ ഓടി വരും. 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക്, തങ്ങളെ എനിക്കൊരു പെൺകുട്ടി ജനിച്ചു എന്ന് പറയുമ്പോ ഫയഖൂലു ലീ, എന്നോട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നത്, അൽ അംബിയാഉ ആബാഉ ബനാത്ത്. സുബ്ഹാനല്ലാഹ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നത്, അൽ അംബിയാഉ ആബാഉ ബനാത്ത്, അമ്പിയാക്കൾ മുഴുവനും പെൺമക്കളുടെ പിതാക്കളാൻ. മോനെ വിഷമിക്കണ്ട, അൽ അംബിയാഉ ആബാഉ ബനാത്ത്, എല്ലാ നബിമാർക്കും പെൺമക്കളുണ്ട്, എല്ലാ അമ്പിയാക്കൾക്കും പെൺമക്കളുണ്ട്. ഫകാന യുദ്ഹിബു ഖൗലുഹു ഹമ്മി. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആ ഒരു വാക്ക് പറയുമ്പോ എന്റെ ഹൃദയത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാഞ്ഞു പോകുന്നതാണ്, എല്ലാ പ്രതിസന്ധികളും മാഞ്ഞു പോകുന്നതാണ്. യഅഖൂബ് ബിൻ ബുഖ്താൻ റളിയല്ലാഹു അൻഹു
പറയുന്നുവെങ്കിൽ എന്റെ നാട്ടുകാരെ, നമുക്ക് ഈ വഅദ് നിർത്താം. അല്ലാഹു നമുക്ക് സ്വാലിഹീങ്ങളെ നൽകുമാറാവട്ടെ. പടച്ച റബ്ബ് പെൺകുട്ടികളെ തന്നുകൊണ്ട് ബറക്കത്ത് നൽകുമാറാവട്ടെ. അത് വിഷമിക്കേണ്ടതല്ല, ചോദിക്കേണ്ടതാണ്. പെൺകുട്ടികളെ ചോദിച്ചു വാങ്ങിക്കോളൂ, പെൺകുട്ടികളെ ചോദിച്ചു വാങ്ങിക്കോളൂ. അത് വല്ലാത്ത റഹ്മത്തും ബറക്കത്തുമാണ്. ഫകം മിൻ ബിൻതിൻ കാനത് സബബൻ ഫീ സഅദതി വാലിദിഹി ഫിദ്ദുൻയാ വൽ ആഖിറ. എത്ര പെൺകുട്ടികളാണ് അവരെ ഉപ്പ വിജയിക്കാൻ കാരണമായി. ദുനിയാവിലും ആഖിറത്തിലും ആ പെൺകുട്ടിയുടെ ബാപ്പ വിജയിച്ച് അവിടുന്ന് കച്ചവടക്കാരനാണോ, നല്ല ബിസിനസ്സുകാരനായി മാറുന്നു. ഗൾഫിൽ പോയി നല്ല ബറക്കത്താൻ, നാട്ടിൽ കച്ചവടം ചെയ്യുന്നു, നല്ല ബറക്കത്താൻ. ഒരു പെൺകുട്ടി ഉണ്ടായത് മുതലാൻ. നേരെ മറിച്ച് പറയുകയാണ് യാക്കൂബ് തങ്ങൾ പറയുകയാണ്, വകം മിൻ ഇബ്നിൻ, എത്ര ആൺകുട്ടികളാണ് കാന സബബൻ ഫീ തഅസതി വാലിദിഹി വശിഖാഇഹി, ബാപ്പ നശിക്കാനും പരാജയപ്പെടാനും കച്ചവടം തുറഞ്ഞു, ഗൾഫ് ജീവിതം തുറഞ്ഞു, നാട്ടുജീവിതം തുറഞ്ഞു, പാപ്പറായി പോയി മറ്റുള്ളവരോട് കൈനീട്ടേണ്ട ഗതി വരുന്നോ. എത്ര ആൺകുട്ടികൾ കാരണമായി എത്ര മാതാപിതാക്കൾ നശിക്കുന്നു. വൽഇയാദു ബില്ലാഹ്, അല്ലാഹു കാക്കുമാറാവട്ടെ. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എത്ര ആളുകളാണ് ആൺകുട്ടികൾ കാരണമായി ബർക്കത്ത് പോകുന്നത്. ഹത്താ ഇന്നഹു തമന്നാ അന്നഹു അഖീമുൻ ലാ യൂലദു ലഹു. പടച്ചവരെ, ഒരൊറ്റ സന്താനമില്ലാത്ത ഒരു മച്ചിയായിരുന്നുവെങ്കിൽ, എന്റെ ഭാര്യ പ്രസവിക്കാത്തൊരു മച്ചിയായിരുന്നുവെങ്കിൽ, ഒരു സന്താനമില്ലാത്തവനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേരേ എന്ന് കൊതിക്കുന്ന എത്ര ആളുകളാണ്. അതുകൊണ്ട് നാട്ടുകാരെ, വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, ആൺകുട്ടികളെ കൊണ്ട് നശിക്കുന്നവരുണ്ട്, പെൺമക്കളെ കൊണ്ട് സന്തോഷിക്കുന്നവരുമുണ്ട്. ആൺകുട്ടികൾ വേണം വേണ്ട എന്നല്ല, ആൺകുട്ടികൾ ഉണ്ടാവട്ടെ, പെൺമക്കൾ ഉണ്ടാവട്ടെ. പെൺമക്കൾ ഉണ്ടാകുമ്പോ ഒരു വേദനയുണ്ടാവരുത്, ദുഃഖമുണ്ടാവരുത്. അത് ജാഹിലിയ കാലത്തുള്ള അടയാളമാണ്. എത്ര പെൺകുട്ടികളാണ് എങ്കിലും 12 പെൺമക്കളുള്ള കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. 12 പെൺമക്കളുള്ള ഉപ്പാനെ ഞാൻ കണ്ടിട്ടുണ്ട്. 12ഉം 13ഉം പെൺകുട്ടികളെ കൊണ്ട് സന്തോഷിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. എത്ര വഅദിന് പോകുമ്പോ എത്ര കുടുംബങ്ങളാണ് പറയുന്നത്, ഓ എന്റെ ഉമ്മ, മാതാപിതാക്കൾ, എത്ര സന്താനങ്ങൾ, എത്ര പെൺകുട്ടികളുണ്ട് എങ്കിലും സന്തോഷിക്കൂ മാതാപിതാക്കളെ. അതിൽ ഹമ്മ് വേണ്ട. പക്ഷേ കാര്യങ്ങളൊക്കെ സന്തോഷകരമാകാൻ ദുആ ചെയ്യുക. വിവാഹം ചെയ്യാനും അതുപോലെ കുട്ടികളെ കെട്ടിച്ചുവിടാനുമുള്ള വഴികളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യുക. ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോ ഖൈറായ വഴികൾ അല്ലാഹു നമുക്ക് കാണിച്ചു തരുന്നതാണ്. ദുഃഖിക്കരുതേ, ഖേദിക്കരുത്, സന്തോഷിക്കടേ. കുടുംബത്തിൽ നല്ല ബറക്കത്തും റഹ്മത്തും പെൺമക്കളെ കൊണ്ട് ലഭിക്കുമെന്നും, പെൺമക്കളെ തോളിലേറ്റി നടക്കുന്നവർ, പെൺമക്കളെ മാറോട് ചേർത്ത് പിടിക്കുന്നവർക്ക് സ്വർഗമാണ്. അവർക്ക് സ്വർഗത്തിൽ പാറിക്കളിക്കാമെന്ന് കാരുണ്യത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ നമുക്ക് ഈ വഅദ് നിർത്താം. ഒരുപാട് ആളുകൾ എന്റെ നാട്ടിലൊക്കെ ഗൂഡല്ലൂര്, നീലഗിരി ഭാഗങ്ങളിൽ, നാട്ടുകാരെ, നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ, കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോ ഒരുപാട് ഉമ്മമാര് കൂടല്ലൂർ പാടന്തര മർക്കത്തിൽ ഒരുപാട് പാവപ്പെട്ട പട്ടിണിപ്പാവങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് അരി ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ തന്നു. ഒരിക്കലും മറക്കില്ല, കുട്ടികളും ഞാനും എല്ലാം വാതിന്റെ സദസ്സുകൾ വെച്ചുകൊണ്ട് ഗൂഡല്ലൂരിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി നിരവധി ആളുകൾ പ്രവാസികളുടെ കണ്ണീര് കാണാനെന്നുള്ള ഒരു പ്രഭാഷണം കേട്ടിട്ട് ഒരുപാട് സാധുക്കൾ അരികളും ഒരു ദിവസത്തെയും 2 ദിവസത്തെയും മാത്രമല്ല ഒരു മാസത്തെ ഭക്ഷണമൊക്കെ കൊടുത്ത ഹാജിമാരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാവട്ടെ. ഞാൻ ആ പ്രഭാഷണത്തിലൂടെ അവിടുത്തെ അവസ്ഥകൾ, വേദനിക്കുന്ന അവസ്ഥകളൊന്ന് പറഞ്ഞിരുന്നു. അർഹതപ്പെട്ട മക്കൾ എന്നതുപോലെ ഒരുപാട് പെൺകുട്ടികൾ, ആരും നോക്കാനില്ലാത്ത മക്കളെ, അവരുടെ ചികിത്സ, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം എല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവരെ പഠിപ്പിച്ചവരുടെ പഠനങ്ങളൊക്കെ അവരുടെ ഉന്നത കഴിവിലെത്തുന്നത് വരെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് വളർത്തുന്നൊരു കൊച്ചു സ്ഥാപനമാണ് ഗൂഡല്ലൂർ, നീലഗിരി ജില്ലയിലെ പാടന്തര മർക്കസ്. ഒരു പാവപ്പെട്ട ചെറിയൊരു സ്ഥാപനമാണ്. വല്ലപ്പോഴുമൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പാവങ്ങൾക്ക് നാളെ
നാളത്തേക്കൊരു കരിയെങ്കിലും നിന്ന് സഹായിച്ചാൽ അത് വലിയ ഖൈറായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റഹ്മാനായ റബ്ബ് സഹായിച്ച എല്ലാ ആളുകൾക്കും അർഹമുർ-റഹീമായ റബ്ബ് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. പടച്ചവരെ, നിന്റെ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, മമ്പുറത്തെ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് ആളുകൾ പല ഘട്ടങ്ങളിലും സ്നേഹിച്ചവരും സഹായിച്ചവരുമുണ്ട്. നീ അവരെ സഹായിക്കണേ അല്ലാ. ഞങ്ങളൊക്കെ സ്ഥാപനങ്ങളും ഒരുപടി മുത്തഅല്ലിമീങ്ങളെയും പാവങ്ങളെയും വളർത്തുന്നവരാണ്. പാവപ്പെട്ട അനാഥഗതികളെ വളർത്തുന്നവരാണ്. പാവങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല. ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് ധാരാളം കുട്ടികൾ വളരുന്നു. നീ അവർക്ക് സഹായിക്കുന്നവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. അവിടെ വീടുകൾ ഖൈർ കൊടുക്കണേ റബ്ബേ. പൈശാചികമായ ശർറുകളെ തൊട്ട്, ആഫത്ത് മുസീബത്തുകളെ തൊട്ട് നീ അവരെ കാക്കണേ അല്ലാ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളൊക്കെ യാത്രക്കാരാൻ, സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ശിഷ്യഗണങ്ങളെ അപകട മരണങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തെ കൈകാലുകൾ പടച്ചവരെ വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് കൈകാലുകൾ വലിച്ചെടുക്കും വിധത്തിൽ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളുടെ ഉസ്താദുമാരെ മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളുടെ ശിഷ്യഗണങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ജ്യേഷ്ഠാനുജന്മാർ, കൂട്ടുകുടുംബങ്ങൾ, ഭാര്യ സന്താനങ്ങൾ എല്ലാവർക്കും നിന്റെ ഹിഫ്ള് താ അല്ലാ. നിന്റെ ഹിഫ്ള് നൽകണേ അല്ലാ. പല ഭാഗത്ത് വെച്ചും ഗൾഫ് നാടുകളിലും ഒരുപാട് സഹമുഹബ്ബീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അവിടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ദുആ ചെയ്യാനല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് ഗൾഫ് നാടുകളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മോമിനീങ്ങൾ എല്ലാവർക്കും നീ തുണയാകണേ അല്ലാ. ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ബിഹബീബിക്കൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിസ്സഹാബത്തി കുല്ലിഹിം അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.